ഗായ്സ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ളോഗ്സ്. സകുടുംബം വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോയാബീൻ ഡ്രൈ ഫ്രൈ അല്ലേ അമ്മേ? റോസ്റ്റ് അല്ലേ? അതെ, ഇറച്ചി ബീഫ് പോലെ സോയാബീൻ നമ്മൾ വെക്കാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അമ്മ പറയും. സോയാബീൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ വെള്ളം തിളപ്പിച്ച് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എല്ലാം പിഴിഞ്ഞെടുത്ത് കഷ്ണിച്ച് മുറിച്ച് ഞാനതൊന്നിട്ട് ഒന്നും കൂടെ ഞാൻ എൻ്റെ അടുത്ത് അതിനകത്തോട്ടൊരു ശകലം മുളക് പൊടി ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഞാനതൊന്ന് വേവിച്ച് ഒന്നും കൂടെ വെള്ളത്തിൽ കിടന്ന് വേവിക്കുന്ന കൂടെ ഒന്നും കൂടെ വേവിച്ചു. അന്നേരം അതാകുമ്പോൾ ഒന്നും കൂടെ നല്ല സോഫ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഒക്കെ വെക്കുമ്പോൾ ഒരു കടിക്കാനൊക്കെ ഒരു ചെറിയൊരു കട്ടി വരും. പക്ഷേ ഇത് കുഴപ്പമില്ല. അത് ഞാൻ വേവിച്ച് വെച്ചു. സവോള അരിഞ്ഞു വെച്ചേക്കുന്നു, തേങ്ങാക്കൊത്തും വെളുത്തുള്ളി ഇഞ്ചി. നമ്മൾ ഈ ബീഫിന് ചേർക്കുന്ന സാധനങ്ങളെല്ലാം ചേർക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചേർത്ത് വെക്കുന്നത്. അതും കൂടെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഞാൻ പല പല പരിപാടി ബാക്കി ഉച്ചക്കത്തെ കിടക്കുന്നേ ഉള്ളൂ. ചട്ടി വെച്ചിട്ടുണ്ട്, പാനില്ല നമ്മൾ ഉണ്ടാക്കുന്നത്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. ചേറ് ഒഴിക്കണം എന്ന് വെച്ചാൽ സോയാബീനെ പിടിക്കണമെങ്കിൽ ചേറ് വേണം വെളിച്ചെണ്ണ. അത് ഒഴിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയെല്ലാം ചെയ്യണം. സോയാബീനൊക്കെ ഇപ്പം ബീഫ് ഇല്ലല്ലോ, ബീഫ് മേടിക്കുന്നില്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ ഈ ഒരു മാസത്തേക്ക്. അത് കാരണം ഞങ്ങൾ ഇന്ന് ബീഫ് കറിയാണെന്ന് പറഞ്ഞ് അച്ഛനും മോനെ ഒന്ന് പറ്റിക്കാന്ന് വിചാരിക്കുന്നു. ബീഫ് കറി വെക്കുന്ന പോലെ ഒന്ന് വെച്ചിട്ട് ബീഫാണെന്ന് പറഞ്ഞ് നോക്കാം. കറി വേണ്ട എന്തെങ്കിലുമൊക്കെ, അതിനാണ് ഇത് വെക്കുന്നത്. ഇപ്പം എണ്ണ ചൂടായി, നമുക്ക് കടുകിടാം. പത്തിരിമുളകും കൂടി ഇടുവാണ്. മൂട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കരിവേപ്പിലയാണ് ഇനി ചേർക്കാൻ പോകുന്നത്. നമ്മൾ കരിവേപ്പിലിടുവാണ്. ഇനി അതിലേക്ക് തേങ്ങായും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് അതെ, ഇനി അത് നല്ലതുപോലെ കിടന്നൊന്ന് മൂത്ത് വരണം. തേങ്ങാക്കൊത്തിൻ്റെ നിറമൊക്കെ ഒരു ഇച്ചിരി അല്ലേ? തേങ്ങാക്കൊത്തൊക്കെ ചുമന്ന് ഒരുപാട് ചുമക്കണ്ട, ചെറിയ രീതിയിൽ ചുമന്ന് വരുമ്പം നമുക്ക് സവോളയും കൂടി ഇട്ടുമായിട്ട്. സാധാരണ നമ്മൾ ബീഫ് കറി എങ്ങനെ വെക്കുന്നു അതുപോലെ തന്നെ, അല്ലാതെ പ്രത്യേകത വേറെ ഒന്നും ചേർക്കുന്നില്ല. ബീഫിന് ചേർക്കുന്ന സാധനം മാത്രം ഒന്ന് ചേർത്താൽ മതി. കറക്റ്റ് ബീഫ് കറി അതുപോലെ തന്നെ ഇരുന്നുള്ളൂ. കുറച്ച് വരുമ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ചെറിയ ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മളിനി അടുത്ത സവോളയും പച്ചമുളകും, 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. നമ്മൾ എരിവിന് മറ്റേ മുളക് പൊടി ചേർക്കുന്നുണ്ടല്ലോ. അല്ലേ, 2 പച്ചമുളകും സവോളയും 2-3 ചുവന്നുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഉള്ളിയും കൂടെ ഉണ്ടോന്നും ചേർത്തിട്ടുണ്ട് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. അതെല്ലാം കൂടെ ഒന്ന് വഴണ്ടതായിട്ട് സവോള നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്, തേങ്ങാക്കൊത്തും എല്ലാം. ഇനിയിപ്പോൾ നമ്മളതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ച ഗരം മസാല, നമ്മൾ സാധനം എല്ലാം കൂടെ കൂട്ടി പൊടിച്ച് വെച്ചാണ്. അതേ ഒരു സ്പൂൺ മതി. നല്ല നല്ല മണമുള്ള പൊടിയായതുകൊണ്ട് 1 സ്പൂൺ മതി. പിന്നെ മല്ലിപ്പൊടി അത് 1 സ്പൂൺ മതി. 1-1.5 ഇട്ടേക്കാം. ഇതൊക്കെ നമ്മുടെ ടേബിൾ സ്പൂണാണ് കേട്ടോ. ചെറിയ സ്പൂണാണ് നമ്മളെ കൊച്ചത്. അത് 2 കൂടി ഇട്ടു. ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരണം. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി. ഇപ്പം നമ്മളിടുന്നത് കാശ്മീരി മുളക് പൊടിയാണോ? അല്ല, എരിവുള്ള മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടി ചേർക്കുന്നു. അതിനകത്ത് ഇച്ചിരി മുളക് പൊടി ഇട്ട് വെച്ചേക്കുന്നതുകൊണ്ട് കുറച്ച് മുളക് പൊടി, പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ, അതെ, കുറച്ച് മതി. ഇത് ഭയങ്കര എരിവ്. പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് സോയ ഇടാം. അത് പിന്നെ അതിനകത്ത് കിടന്ന് വേണം അത് നല്ലോണം മൂത്ത് വരെ. ഇനി നമുക്കതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന സോയാബീൻസ്, മഞ്ഞപ്പൊടിയും ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടാണ് ഇത് വേവിച്ച് വെച്ചേക്കുന്നത്. ഇനി ഇതിലോട്ട് ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പം തന്നെ ഒരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞാൻ മടത്തെ പറ്റി പറയുമ്പോൾ എന്തൊരു കറി വെച്ചാലും ഞങ്ങളുടെ ദേവന് അന്നേരം മണം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്നേരം കഴിക്കണമെന്നാണ് പറയുന്നത്. ഇതുണ്ടോ, നമ്മൾ പിന്നെ നല്ല വൃത്തിക്ക് എടുത്ത് നല്ല ചിക്കൻ നമ്മൾ വരട്ടിയെടുക്കുന്ന പോലെ ആക്കണം. ചിക്കൻ അല്ല, ബീഫ്. ബീഫ്. ചിക്കൻ ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയി. ചിക്കൻ വരട്ടും കേട്ടോ, കഷ്ണമായിട്ട് ഇട്ടിട്ട് വരട്ടത്തില്ലേ? ഇത് നമ്മുടെ ബീഫ് വരട്ടുന്ന പോലെ ഇരിക്കും. അതെ, ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് അതിലുള്ള ചെറിയ വെള്ളം അല്ലേ, വെള്ളമയൊക്കെ വെള്ളം ഒന്ന് വലിയണം. അടച്ചു വെച്ചു.
ഇനിയിപ്പം നമുക്കിതൊന്ന് വെള്ളം വറ്റി വലിയട്ടെ. ഇടയ്ക്കുണ്ടോ, ഇടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി. നിറം മാറി വരുന്നുണ്ടല്ലേ. പിന്നെ ബീഫ് പോലെ നല്ലപോലെ കറുത്ത് നല്ല വരട്ടി അല്ലേ അമ്മേ? ബീഫ് ഒലത്തിയത്, സോയ ഒലത്തിയത്. പണ്ട് പിള്ളേരെയൊക്കെ കളിപ്പിക്കുന്ന ഇങ്ങനെ ഇത് നല്ലതാണ്. നമ്മളിത് കിഴങ്ങ്, തക്കാളി എല്ലാം കൂടി ഇട്ട് സോയ ഇട്ട് നമ്മൾ ചപ്പാത്തിക്ക് ചാറ് കറി വെക്കണം. അത് അടിപൊളിയായി അമ്മ വെക്കുന്നത്, എനിക്കിഷ്ടമാണ് അത്. സൂപ്പർ കറിയാണ്, അതുപോലെ വെക്കണം. അത് ഞാൻ ഒരു ദിവസം വെച്ച് കാണിക്കാതെ ചപ്പാത്തി കറി വെക്കുമ്പോൾ. ഇതിപ്പോൾ ചോറിനുള്ള കറിയാണ്. അത് ഇത് നല്ല ഒന്ന് ഉണങ്ങി വരട്ടെ. വേണ്ട, നമ്മുടെ സോയാബീൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, കളറൊക്കെ ഉണ്ടോ എന്നിട്ട് ബീഫ് കിടക്കുന്ന ബീഫ് ഒലത്തിയത് പോലെ ഇരിക്കുന്നുണ്ടോ സോയാബീൻ. ഇനിയിപ്പം ഓഫാക്കി ഇനി ഇതോടെ ഉച്ചയ്ക്ക് ഞങ്ങൾ വിളമ്പും. ഉച്ചയ്ക്കത്തെ ചോറിന് വിളമ്പുമ്പോൾ എല്ലാവരും ഈ വീഡിയോയും ആ വീഡിയോയും എല്ലാ വീഡിയോയും കാണണം. അതെ, അടിപൊളിയല്ലേ? ബീഫ് കറി പോലെ തന്നെ, ബീഫിന്റെ ടേസ്റ്റ്. അതെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സോയാബീൻ ഡീപ്പ് ഫ്രൈ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ടാറ്റാ.